വണ്ടിയെ 2 കിലോമീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കാം. വളർമതി മാം ആരാ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ പുതിയതായിട്ട് എല്ലാവരുടെ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ട്രൈക്കാണ് PSCയുടെ ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സിൻ്റെത്. സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഈ ഒരു സമരത്തിന്റെ വീഡിയോസ് കാണുമ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മണ്ണ് വാരി കഴിക്കുന്നതും പിന്നെ മുട്ടിൽ നടക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ലൈക്ക് ഇവരിത് ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നിയായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് എനിക്കിവിടെ വരണമെന്നും എൻ്റെ പേഴ്സണലി ഉള്ള സപ്പോർട്ട് എനിക്ക് അറിയിക്കണമെന്നും ഞാൻ വിചാരിച്ചത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. തികച്ചും വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവരുടെ മെയിൻ കുറച്ച് ആവശ്യങ്ങളുണ്ട്, അത് ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. കാരണം ഇപ്പോഴത്തെ സ്കൂളുകളിൽ 1:30 എന്നുള്ള റേഷ്യോയിലാണ് ഇപ്പോൾ സ്റ്റുഡൻസ് ടീച്ചർ ആ ഒരു റേഷ്യോ വരുന്നത്. 30 കുട്ടികൾക്ക് ഒരു സ്റ്റുഡൻറ് അല്ല ഒരു ടീച്ചർ. അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:25. കാരണം ഇതിൽ 29 സ്റ്റുഡൻസ് ആയാൽ കൂടി ആ ടീച്ചറിന്റെ ജോലി ആക്ച്വലി പോകും. അപ്പോൾ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ജോലി പോയി ടീച്ചറിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അടുത്തൊരു വേക്കൻസി വരുമ്പോൾ. അപ്പൊ അങ്ങനെ വേക്കൻസി വരുമ്പോഴത്തേക്ക് വേക്കൻസിയിൽ അവരെ ഫില്ല് ചെയ്യുമ്പോൾ ഓൾറെഡി റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഐ മീൻ റാങ്ക് ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ജോബ് പ്ലേസ്മെന്റ് കിട്ടുന്നില്ല. സോ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 4-5 ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് പോലും ജോബ് കിട്ടിയിട്ടില്ല ഇല്ല. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇവർ ഒരുപാട് നാളായിട്ട് ഇതിന് സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ CMന്റെ വാതിൽ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം പുള്ളിക്കാരൻ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അങ്ങ് ഡൽഹി വരെ പോയി. അതെല്ലാം വലിയ നല്ല കാര്യം തന്നെ. പക്ഷെ അതേപോലെ തന്നെ ഇതും കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിന്റെ ഇഷ്യൂവും കൺസിഡർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നു. അപ്പം ഇവരുടെ ആവശ്യങ്ങൾ ജെന്യൂൻ ആണ്, അതെല്ലാം അംഗീകരിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാനെങ്കിലും നിങ്ങൾ ഇവിടെ വരണമെന്നും എന്താ പറയുക അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പോസ്റ്റ് ഇടുകയും വീഡിയോ ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. പക്ഷേ നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വരണം, എസ്പെഷ്യലി സെലിബ്രിറ്റീസ്. കാരണം ഈ പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് ജനങ്ങൾ തന്നെയാണ്. അപ്പം അവർക്കൊരു പ്രശ്നം എന്ന് പറയുമ്പം നമ്മുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നീഡ്, നമ്മുടെ ആവശ്യമായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുക. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇനി എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആവേണ്ട എല്ലാവർക്കും വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എൻ്റെ ബോട്ടം ഓഫ് ഹാർട്ടിൽ നിന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം കാരണം എന്താ പറയാ, ലൈക്ക് ഇതിനി കാണുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ട്. ഇതിന്റെ പർപ്പസ് എന്താണെന്നോ ഇതിന്റെ ജെന്യൂനിറ്റി എന്താണെന്നോ ഇതെല്ലാം ഇനി ഓരോരുത്തരെ ചർച്ച ചെയ്യാനും വെറുതെ അനാവശ്യമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ താഴെ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ് വന്നത്. ഇവരെ കണ്ടു, ഇവിടെ സംസാരിച്ചു. ഞാനൊരു ബേസിക്കലി ഒരു ഡോക്ടർ ആയത് കാരണം, ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത കാരണം എനിക്ക് മനുഷ്യന്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി അതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അത് ഇനി മുന്നോട്ട് ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ഞാൻ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും. സോ ഇത് കാണുന്ന എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം, എസ്പെഷ്യലി സെലിബ്രിറ്റീസ് എല്ലാവരും നിങ്ങൾ ഇവിടെ വന്ന് ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഡയറക്റ്റ്ലി മനസ്സിലാക്കണം. നിങ്ങൾ പോസ്റ്റ് ഇടുന്ന വീഡിയോ ചെയ്യുന്നതൊക്കെ വലിയ കാര്യം തന്നെ, പക്ഷെ ഡയറക്റ്റ്ലി വന്ന് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ ആ നീഡ്സ് എന്താണെന്നെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ആൻഡ്
ഞാൻ ഇതിനു വേണ്ടി ഞാൻ എറണാകുളത്ത് നിന്ന് വന്നത് ഇതിനു വേണ്ടിയാണ്. ഇതുവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഇവരുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ച് എറണാകുളത്ത് തന്നെ പോകും. അതെ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയമെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാരണം വെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്യുന്നു അതാണ് രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. സോ ഒബ്വിയസ്ലി പുള്ളിക്കാരനെ വന്നു. അതേപോലെ തന്നെ ഇനി എല്ലാവരും ഇവിടെ വരണം. എല്ലാവരും വന്ന് ഈ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആക്ച്വലി വൈകി പോയതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഇതേപോലെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും വരണം. അതിനൊരു തുടക്കമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇത് വേറെ ഒന്നിനുമല്ല. ഓക്കെ, നമ്മുടെ ഈവൻ എൻ്റെ റിലേറ്റീവ്സ് പോലും പലരും PSC റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. താങ്ക് യു. കഴിഞ്ഞ ദിവസം മാർച്ചിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ പൊതുവെ കണ്ടിട്ടില്ല. അല്ല, അന്ന് ഞാൻ പോയതും PSCക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ അവിടെ പോയപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് അവിടെ പോയി ചീഫ് മിനിസ്റ്ററിന്റെ ക്ലിഫ് ഹൗസിന്റെ അവിടെ പോയി പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസും കുറച്ച് മേ ബി ചിലപ്പോൾ വയലന്റ് ആവും, അഗ്രസീവ് ആവും, ചിലപ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളിക്കും. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഓരോ സ്ഥലത്ത് എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നു അതിനനുസരിച്ചിരിക്കും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് എനിക്ക് അത് റിയാക്ട് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും തോന്നിയത്. അത്രേ ഉള്ളൂ. പിന്നെ അത് ഒരുപാട് പേര് ട്രോളുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മുടെ സൗകര്യങ്ങൾക്കുണ്ടോ അതിനുവേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രേ ഉള്ളൂ. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. അവരെന്നെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം ഞാൻ വരുന്നതിന് മുന്നേ പക്ഷെ ഞാനൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കാരണം ഞാൻ ഉറപ്പായിട്ടും രാജീവ് സാറിനെയും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് സാറിനെ ഇൻഫോം ചെയ്തിട്ടാണ് വന്നത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പോകുന്നുണ്ട്. കാരണം എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് പറയാനുള്ളത്. പക്ഷെ തിരിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. എന്റേതായിട്ടുള്ള രീതിയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിട്ടാണ് ഞാൻ വന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡൽഹി നടന്ന പ്രൊട്ടസ്റ്റിന് ശേഷം ഇപ്പം മന്ത്രി രാജിവെച്ചു, പ്രൊട്ടസ്റ്റ് വിജയിച്ചിരിക്കുകയാണ്. അതിനെ പറ്റി റിവ്യൂ എന്ന് പറയാം. ഇത് എൻ്റെ ഡിഫറെന്റ് ഒരു ടോപ്പിക്കാണ്. കാരണം നീറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം അവിടെ നടന്നു. നടന്ന എക്സാമിൽ മാൽ പ്രാക്ടീസ് നടന്നു. അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല, വിഷമമുള്ള ഒരു കാര്യമാണ്. അതിന്റെ പിറകിൽ ആരൊക്കെയുണ്ടോ അവരെ കണ്ടുപിടിച്ച് പണിഷ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ചെയ്തിട്ടുമുണ്ട്. കാരണം ഇതിന്റെ ഈ നീറ്റ് എൻട്രൻസ് കഴിഞ്ഞ് ഇതിന്റെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് 4ാമത്തെ ദിവസം ആയപ്പോഴേ ഇതിൽ മാൽ പ്രാക്ടീസ് നടന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയപ്പം ഈ പറഞ്ഞ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. സോ അവരത് ഓൾറെഡി ഗവൺമെന്റിനെ ഇൻഫോം ചെയ്തു. ആ സമയം കൊണ്ട് ഗവൺമെന്റ് വന്ന് CBI ഇൻവെസ്റ്റിഗേഷൻ വിട്ടു. ഇതിന്റെ കൾപ്രിറ്റ്സ് ആരാണെന്ന് കണ്ടുപിടിച്ചു. 12ാമത്തെ ദിവസം തിരിച്ചിത് റീസ്കെഡ്യൂൾ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്തു എക്സാം. ആ പോസ്റ്റ്പോൺ ചെയ്ത എക്സാം ആക്ച്വലി അവർ കണ്ടക്ട് ചെയ്ത് ഒരു രീതിയിലുള്ള മാൽ പ്രാക്ടീസും ഇല്ലാത്ത രീതിയിൽ അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അതിന്റെ പ്രകാരം ഈ പറഞ്ഞ കണക്ക് ഓൾമോസ്റ്റ് 56% കുട്ടികളെ നീറ്റ് എൻട്രൻസ് എക്സാം പാസ്സാവുകയും ചെയ്തു. പക്ഷെ ആ കുട്ടികൾ മരണപ്പെട്ടതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണലി എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അവര് കുടുംബങ്ങൾ ഒരുപാട് ഫാമിലീസിന്റെ അടുത്ത ഒരു എന്താ പറയാ അവരുടെ ഫ്യൂച്ചർ മനസ്സിലായില്ല. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും, ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവും. ജീവിതം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു എൻട്രൻസ് ആണ്, അതിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു. പക്ഷെ നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങളെ പറ്റി നിങ്ങളുടെ പാരന്റ്സിനെ പറ്റി നിങ്ങൾ ഒരു പ്രാവശ്യം ചിന്തിക്കണം. കാരണം നിങ്ങൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവേണ്ട ആൾക്കാരാണ്. ഇപ്പൊ ഫ്യൂച്ചർ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്ത് അത് എനിക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം ചിലവർക്ക് ചിലപ്പം മനക്കരുത്ത് ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ ആകുമ്പോൾ ഒരുപാട് ഇതേപോലത്തെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ നിങ്ങളത് എന്ത് ജീവിതത്തിൽ ഇനി ഇത് എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലും എന്ത് രീതിയിൽ ഉള്ള ആൾക്കാർ, ഇത് കാണുന്ന ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും അത് നേരിട്ട് അതിനെ ഫേസ് ചെയ്യാനുള്ള എല്ലാ കോൺഫിഡൻസും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ലൈഫ് നമ്മളെ തിരിച്ച് വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നിരുന്നാലും തിരിച്ച് നമ്മൾ ലൈഫിന് ആ രീതിയിൽ നമ്മൾ എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് അതിനെ ലൈഫിനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പോരാടണം. അതിന്റെ ഒരു ബിഗ് എക്സാമ്പിൾ ആണിത്. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഗ്യാദർ ചെയ്ത് അവരുടെ സമയം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയം. അത്രയും സമയം അവർ സ്പെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ജെന്യൂൻ റീസൺ ഉണ്ട്.
മനസ്സിലായില്ലേ? അപ്പം ജെന്യൂൻ റീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടെ വന്ന് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? BJP കല്ലാണല്ലോ, അതേപോലെ ഇപ്പൊ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ പുതിയ G20 ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ചെയ്തിട്ടുണ്ട്. അവരെ ലക്ഷ്യം വെക്കുന്നത് വ്യക്തിയാണ്. എന്താ കേട്ടില്ല? BJP പോലെ പുതിയൊരു പാർട്ടി ഫോം ചെയ്തിട്ടുണ്ട്, G20 ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ അവർ ലക്ഷ്യം ഇതിന് വ്യക്തിയാണ്. ഇതൊരു ട്രെൻഡായിട്ട് മാറുകയാണ്. ഇല്ല, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അനീതി നടക്കുന്നു, ഓക്കെ, എന്തൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, അതെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനുള്ള എല്ലാ അവകാശവും ഒരു പൗരന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് നമ്മുടെ ഇന്റൻഷൻ നല്ലതാണ്, നമ്മളെ പ്രവൃത്തി നല്ലതാണ്, നമ്മളൊരു നല്ല കോസിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ എന്താ പറയാ, ഇത് മാനിപ്പുലേറ്റഡ് ആയിട്ട് വേറൊരു അജണ്ടയുടെ ഭാഗമാണ്, പ്രൊപ്പഗൻഡയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും.